വെള്ളാപ്പള്ളി നടേശനെതിരെ ഹൈക്കോടതിയുടെ ഗുരുതര നിരീക്ഷണങ്ങൾ. അയോഗ്യതയുള്ളവർ തൽസ്ഥാനത്ത് തുടർന്നത് നിയമവിരുദ്ധമാണെന്നും വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നിയമ നടപടിയെടുക്കണമെന്നുമാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് സംഘടനയെ ഉപയോഗിക്കരുത്. SNDP യോഗത്തിലെ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. വോട്ടവകാശം നിയന്ത്രിക്കുന്ന ബൈലോ ഭേദഗതി നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ്. ശ്യാം ദേവരാജാണ് ചേരുന്നത്. ശ്യാം, ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് സംഘടനയെ ഉപയോഗിക്കരുതെന്ന് കൃത്യമായി കോടതി ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് വെള്ളാപ്പള്ളി നടേശനെതിരായ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ? SNDP യോഗത്തിന്റെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരെ നീക്കിയ വിധിന്യായം പുറത്തു വരുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗൗരവതരമായ കടുത്ത നിരീക്ഷണങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടാകുന്നത്. 2014-15 മുതൽ 3 വർഷത്തെ വാർഷിക കണക്ക് SNDP യോഗം ഭാരവാഹികൾ നൽകിയില്ല. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാർക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ DIN അഥവാ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇല്ല. അയോഗ്യത നിലവിൽ വന്ന 2015 ശേഷവും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ തൽസ്ഥാനത്ത് തുടർന്നു. അയോഗ്യതയുള്ളവർ തൽസ്ഥാനത്ത് തുടരുന്നത് നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് തൽസ്ഥാനത്ത് തുടരാമെന്ന രജിസ്ട്രേഷൻ IG-യുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. SNDP യോഗത്തിന്റെ ഭരണനിർവഹണം തടസ്സപ്പെടരുത്. തെരഞ്ഞെടുപ്പ് വരെ താൽക്കാലിക ഡയറക്ടർമാരെ നിയമിക്കണമെന്നും ഹൈക്കോടതി ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. SNDP യോഗം നിയമപരമായും സുതാര്യമായും ഭരിക്കപ്പെടേണ്ടത് പൊതു താൽപര്യമാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് സംഘടനയെ ഉപയോഗിക്കരുതെന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. SNDP യോഗത്തിലെ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. വോട്ടവകാശം നിയന്ത്രിക്കുന്ന ബൈലോ ഭേദഗതി നിയമവിരുദ്ധമാണ് എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ്. ശരി, ശ്യാം ദേവരാജ് വിശദാംശങ്ങളാണ് നൽകിയത്. വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നീക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിലെ നിർണായക പരാമർശങ്ങൾ, ഗുരുതരമായ പരാമർശങ്ങളാണ് ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. അയോഗ്യതയുള്ളവർ തൽസ്ഥാനത്ത് തുടർന്നത് നിയമവിരുദ്ധമാണെന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ്. കർശനമായ നടപടി എടുക്കണമെന്നും കോടതി വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് വിശദാംശങ്ങൾ നൽകിയായിരുന്നു.